അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നുള്ളത് ആശ്വാസ്ബൻ ചാരിറ്റി ട്രസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള വൃദ്ധരായ അന്തേവാസികളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് സ്ഥാപനം. ഇത് നിലമ്പൂർ റോഡിന് വടപുരം എന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഒരു കൊച്ചു വീടാണ്. അപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയാണ് മെയിൻ ഇത് പ്രവർത്തനമായിട്ട് കൊണ്ടടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സും കുറച്ച് ചാരിറ്റി സംഘടനയുടെ വേണ്ടപ്പെട്ടവരും എല്ലാവരും കൂടിയാണ് ഇത് കാണാൻ വേണ്ടി വന്നുള്ളത്. അരീക്കോട് ഓട്ടോ ഓടിക്കുന്ന ജംഷിയാണ് ഞങ്ങളെ ഇവരിലേക്ക് എത്തിച്ചത്. അപ്പോൾ കുറേ സഹപ്രവർത്തകരുണ്ട്. ഞങ്ങളെല്ലാവരും കൂട്ടായിട്ടാണ് വന്നത്. ആശ്വാസ് ഇവർ പ്രൊഡക്റ്റുകളുണ്ട്. ഇതാണ് കേട്ടോ ഉൾക്കാഴ്ച. ഒരു ചെറിയൊരു വീടാണ് ഇത്, വാടകയ്ക്ക് കൊടുത്താണ്. ഇപ്പോൾ അവർക്ക് ഇവിടെയാണ് ഇതുണ്ടോ, ഇവിടെയാണ് ഇവരെന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. 23 പേരുണ്ട് ഇവിടെ അന്തേവാസികളായിട്ട്. അപ്പോൾ ഇവിടെയുള്ള അന്തേവാസികളെ നമുക്ക് കാണാം കേട്ടോ. ഒരുമ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ അനാഥരായ കുറേ വൃദ്ധരുണ്ട്, വൃദ്ധരുണ്ട് ഇവിടെ, പ്രായവരുണ്ട്. അപ്പോൾ ജംഷി സംസാരിക്കുന്ന എല്ലാവരോടും. അപ്പോൾ ജംഷിയുടെ സംസാരം കേൾക്കാം, അവർ പറയുന്നത് കേൾക്കാം കേട്ടോ. ഇതൊരു ഷെഡിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് നല്ലൊരു ബിൽഡിങ്ങിലേക്ക് നമുക്ക് മാറ്റണം. അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ അത് നമുക്ക് ഇപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ അബത്ര സാർ നിങ്ങളോട് പറയും. വേറെ ഫാമിലിയാണ് നമ്മളെ ഈ ഒരു ഇത് കൊണ്ടു നടക്കുന്നത്, ഈ സ്ഥാപനം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും സാറ് പറഞ്ഞു തരും. എല്ലാവർക്കും രാവിലെ നമസ്കാരം. ഒരുമ പ്രവർത്തകരായ അരീക്കോട് പ്രവർത്തിക്കുന്ന ജംഷിയുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ ഈ രാവിലെ ആശ്വാസ ഭവനിൽ കടന്നു വരുവാനും ഞങ്ങളോടൊത്ത് സന്തോഷത്തിൽ പങ്കുചേരുവാൻ കിടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദി കടപ്പാട് ഞങ്ങൾ അറിയിക്കുന്നു. ഇനി വരുവാനുള്ളവരും വന്നവരും ഞങ്ങൾ ആശ്വാസ ഭവൻ്റെ ക്ഷണം സ്വീകരിച്ച പ്രിയപ്പെട്ട പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ജംഷി പറഞ്ഞത് 2006 ആശ്വാസ ഭവന അനാഥാലയം ആരംഭിക്കാനിടയായത്. തികച്ചും ഇതൊരു മതത്തിൻ്റെ കീഴിലോ സംഘടന കീഴിലല്ല. എൻ്റെയും ഭാര്യയുടെയും മക്കളുടെ ഉള്ളിൽ തോന്നിയ ഒരാശയമാണ് ഇതുവരെ നിലനിൽക്കുക. 2006 ഏപ്രിൽ 4 5 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിടയായത്. ഇതിന് മെയിൻ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, ആരുമില്ലാത്തവരെ, ഒരു നേരത്തിന് ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ തെരുവിൽ കിടക്കുന്ന, ഓടയിൽ കിടക്കുന്നവരെ കണ്ടെത്തി അങ്ങനെയുള്ളവരാണ് ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2006 ഇതുവരെ 800ഓളം ആൾക്കാർ ഇവിടെ വന്ന് ക്ലിയറായി സൗഖ്യമായി പോയവരുണ്ട്. 72 പേര് ഇവിടെ നിന്ന് കഴിഞ്ഞ മാസം വരെ മരിച്ചവരുണ്ട്. മുസ്ലിംസിൻ്റെ ആൾക്കാർ, വടവറം പള്ളിക്കാർ മറവ് ചെയ്യുന്നു. മറ്റുള്ള മതത്തിൽപ്പെട്ടവർക്ക് പഞ്ചായത്തിൻ്റെ പൊതു ശ്മശാനത്തിലാണ് അവർ മറവ് ചെയ്യുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെ സഹകരണത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ അകമഞ്ഞ സഹായം ജംഷി പറഞ്ഞതുപോലെ പല സ്ഥാപനം നിങ്ങൾ കയറി കാണും, പോയി കാണും. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയറി കിടക്കാൻ ഞങ്ങളുടെ കിടപ്പാടം എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ്, ഷെഡിനകത്ത് എന്ന് മാത്രം അതിനെ ഉൾക്കൊള്ളാവും. കാരണം ഇത് നല്ലൊരു സെറ്റപ്പോട് പോകുവാൻ ഞങ്ങൾ നാളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സമയമാകുമ്പോൾ അതിൻ്റെ പ്രവൃത്തി നടക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾ ഉള്ളിലുള്ളതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കാരണം ഞങ്ങൾ 5 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾ എടുത്ത് അതിൻ്റെതായ കാര്യങ്ങൾ ഈ മാസം കൊടുക്കേണ്ട സാമ്പത്തിക ബാധ്യത ഉണ്ട്. അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് പറയാനിടയായല്ലോ. അതിന് വെളിച്ചത്തിൽ ഈ 28 ഇന്നലെ ഒരു ജനകീയ കമ്മിറ്റിയോട് ഒരു ബിരിയാണി ചലഞ്ച് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് തീരുമാനമെത്തി. ജനുവരി 29
ആ ബിരിയാണി ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 35,000-ഓളം വരുന്ന പൊതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന. സ്കൂളുകളും അങ്ങനെയുള്ള സംഘടനകൾ കണ്ടെത്തി അവരെ കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. ആ ഒരു ബിരിയാണിക്ക് 100 രൂപ റേറ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന. സ്കൂളുകളും കോളേജുകളുമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനം കടന്നു വന്നിരിക്കുന്ന വ്യക്തി നിങ്ങൾ അവർ ഷെയർ ചെയ്യുക. ഇതും തികച്ചും ഒരു വ്യത്യസ്ത പ്രവർത്തനമാണ്. ഉറ്റവരും ഉടയവരും ഇല്ലാതെ കഴിയുന്നവരെയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് പോലീസ് അധികാരികൾ, നാട്ടുകാർ, വെയിറ്റ് ഷെഡ് കിടക്കുന്ന ജീവിതങ്ങൾ, ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ അവർ പറയുകയാണെങ്കിൽ പല അനുഭവങ്ങൾ അവർക്ക് പറയാൻ കഴിയും. അതൊന്നും വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തു തന്നെ ആയാലും നമുക്ക് സമൂഹത്തോട് കടപ്പാട് നമുക്കുണ്ട്, ഒരു ബാധ്യത നമുക്കുണ്ട്. ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. മനുഷ്യനായി ജീവിച്ച വ്യക്തികൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ട് മാറിപ്പോകുക നമുക്ക് ആർക്കും ആവതില്ല. നാളെ നമ്മുടെ സ്ഥിതി എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല. ആ സ്ഥിതി കടന്നു വരാതെ ഇങ്ങനെയുള്ള സ്ഥാപനം കടന്നു പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഒരു സഹജീവികൾ എന്ന് തന്നെ അത് നാമകരണം ചെയ്യട്ടെ. നമ്മളെപ്പോഴും മനുഷ്യരാണ്. നമുക്കവരെ മാറോട് അണയ്ക്കുവാനും അവരെ സ്നേഹിക്കാനും അവർ കരുതുവാനും നമ്മളാവോളം നമുക്കതിന് ചുമർ കൊടുക്കേണ്ട ഏറ്റവും അത്യന്താവശ്യമായ നമുക്ക് ആരും ഒഴിയാൻ പറ്റത്തില്ല. ആ നിലവാരത്തിലാണ് 2006 ഏപ്രിൽ 4 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പ്രവർത്തനം. അന്ന് വരെ ഇതുവരെയും മുന്നോട്ട് പോകാനിടയായി അനേക സുമനസ്സുര സഹായത്തോടുകൂടിയാണ് ഇത് പ്രവർത്തനം നടക്കുന്നത്. സാമ്പത്തികമായാലും ഭക്ഷണ പദാർത്ഥം എന്തു തന്നെ ആയാലും നാട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് ഇന്നും അന്നും ഉണ്ട്. ആ നല്ല സപ്പോർട്ടോടുകൂടിയാണ് ഇതുവരെ നിലനിൽക്കാനിടയായത്. അതുകൊണ്ട് ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന ജംഷിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഉരുമ എന്ന സംഘടന പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നമുക്കും മാറി നിൽക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് സമൂഹത്തിൽ നാം എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ നാളുകൾ നമ്മളാകോളം അവരെ മാറോട് അണയ്ക്കുവാൻ ചേർത്ത് പിടിക്കും. നമ്മൾ കഴിയട്ടെ. ഭാര്യ, 3 മക്കൾ. ആ 3 മക്കളെ രണ്ടാമത്തേനാണ് മോള്. കുടുംബമായി മൂന്നാമത്തിന് കൊച്ചു ഇവിടെ ഉണ്ട്. ഞങ്ങളെ കുടുംബമായിട്ടാണ് ഇവരെ ശുശ്രൂഷിക്കുകയും അവരെ കരുതുകയും അവരോട് കൂടെ ഞങ്ങൾ ഇഴുകി ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാവിലെ നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്ത് വളരെ അകമഴിഞ്ഞ സ്നേഹത്തെ നിങ്ങൾ അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ജംഷിക്ക് പ്രത്യേകം നന്ദി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു അംഗമാണ്. നമ്മുടെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് 2000-ഓളം വരുന്ന ഒരു ഗ്രൂപ്പ് അംഗമുണ്ട് നമുക്ക്. അതിലൊരു അംഗമാണ് ജംഷി. ആ ഗ്രൂപ്പിലൂടെയാണ് ഇത് അറിയുവാനിടയായത്. അങ്ങനെയാണ് ഇത്രത്തോളം ഇവിടെ നിർത്താനിടയായത്. ഇന്നിതിനെ ഈ ടീമിലേക്ക് സഹകരിക്കുന്ന എല്ലാവർക്കും യൂട്യൂബറായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുന്നു. ഞങ്ങൾ ചെറിയ പ്രവർത്തനത്തിൽ പങ്കാളിയായി തീരുവാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരിയായി എന്നോടുകൂടെ കഴിഞ്ഞ ഒരു 53 വർഷം മുന്നോട്ട് പഠിച്ച സെക്കീന, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ ക്ലാസ് മുതൽ വരെ പഠിച്ച വ്യക്തിയാണ് സെക്കീന. ഞങ്ങൾ നാട്ടുകാരിയാണ്. ഇവിടെ വന്ന് കണ്ട് വളരെ സന്തോഷമുണ്ട്. സഹപാഠികൾ ഒത്തുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാകുവാൻ അകമഴിഞ്ഞ സ്നേഹത്തെ സെക്കീനെ അറിയിക്കട്ടെ. കടന്നു വരുവാനോ അവരുടെ പ്രവർത്തനത്തിൽ പങ്കാളിയായി തീരുവാൻ ഇടയായത് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ്. ഇതിനു മുമ്പ് എന്നെ പഠിപ്പിച്ച മാഷ് ഇവിടെ വരുവാനിടയായി. നമ്മുടെ മാനവത പഠിപ്പിക്കുന്ന ബാലഭാസ്കരൻ സാറ്, മുട്ടിക്കാട് താമസിക്കുന്ന സാറാണ്. സാറ് ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല കാര്യം. അപ്പോൾ നമ്മൾ ജംഷി അരീക്കോട് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ അതിൽ പങ്കാളികളായിന്ന് മാത്രം. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനും ഇപ്പോൾ എന്താ പറയുക, ഞാനും ഉമ്മയും ഇങ്ങനെയുള്ളവരെ കീഴിലെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാവും നന്നായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ കഴിയണമെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഫുഡ് കൊടുക്കാം, സാധനങ്ങൾ കൊടുക്കാം, ഒക്കെ കൊടുക്കാം. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഒരുപാട് പൈസ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, അത് ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാവും ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. ബിരിയാണി ആയിരുന്നു, ബിരിയാണി വിളമ്പി കൊടുത്തു, അവർ കഴിച്ചു. ഇവരൊക്കെ ഇവിടുത്തെ അന്തേവാസികളാണ് കേട്ടോ, ഈ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നവരൊക്കെ. അപ്പോൾ ഫുള്ള് അനാഥരെന്നല്ല, മക്കളുള്ളവരും ഉണ്ട്, മക്കൾ നോക്കാത്തവരും ഉണ്ട്, നോക്കുന്നവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അവരെങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. തെരുവിൽ നിന്ന് എടുത്തവരുണ്ട്. എന്താ അമ്മച്ചി ഉണ്ടല്ലേ, ഒരു മക്കളുള്ളവരാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ അവസ്ഥയിൽ എത്തപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ എനിക്കും ഇവിടെ ചെന്നപ്പോൾ ഒരുപാട് വിഷമമായി, സങ്കടമായി, പൊട്ടിക്കരഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ
ഗാനങ്ങളൊക്കെ പാടാൻ അറിയുന്നവരൊക്കെ പാടി അവരെ കൂടെ സന്തോഷമായി സംസാരിച്ച് അവർക്ക് കുറച്ച് നേരത്തെ സന്തോഷം നൽകി. അപ്പോൾ പാട്ടൊന്നും ഞാൻ ഇടണില്ല, എന്ന് വെച്ചാൽ മ്യൂസിക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അവരിപ്പോൾ കഴിയുന്നത് ഒരു ഷെഡിലാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് കണ്ടില്ലേ, ആ മഹത് വ്യക്തിയാണ് ഇത് മുന്നിൽ നിന്ന് കൊണ്ടടക്കുന്നത്, അവരുടെ ഫാമിലിയും. അപ്പോൾ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുക. എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായി നടത്തുന്നതാണ്, പബ്ലിസിറ്റി ആക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളുടെ എല്ലാവരും സഹായം കൂടിയേ തരൂ. ഇതുപോലെ ഒരു ഷെഡ് കെട്ടിയിട്ടാണ്, വീടിൻ്റെ സൈഡ് ഒരു ഷെഡ് കെട്ടിയിട്ടാണ് അവർ താമസിക്കുന്നത്. അവരുടെ താമസ സൗകര്യമാണ് വളരെ പരിമിതമാണ്. ഇതാ കണ്ടില്ലേ, ഈ കൊച്ചു വീട്ടിലാണ്, വീടിൻ്റെ മുറ്റത്താണ് ഒരു ഷെഡ് കെട്ടിയിട്ട് താമസിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും സഹകരണവും സ്നേഹവും സാമ്പത്തികമായിട്ടുള്ള സഹായം ഇവർക്ക് കൂടിയേ തരുള്ളൂ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ.